വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രം മുഖം കാണിച്ചൊരു നടനെ തന്റെ പുതിയ സിനിമയിലേക്ക് പരിഗണിക്കുമ്പോൾ ആ ചിത്രത്തിന്റെ സംവിധായകൻ നടനോട് ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്. നിങ്ങളുടെ പേര് ഒരു സിനിമാക്കാരന് പറ്റിയ പേരല്ല, നിങ്ങൾക്ക് ഞാനൊരു പുതിയ പേര് നൽകാം. സജിൻ. എന്താ പേര് ഓക്കെ അല്ലേ? ഒരവസരത്തിന് വേണ്ടി ഓടി നടന്ന ആ നടന് എന്തു പേരും ഓക്കെ ആയിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ തന്റെ ഐഡന്റിറ്റി ആയിരുന്ന പേര് മാറ്റി സജിൻ ആയി മാറുകയാണ്. പിറ്റേന്ന് മുതൽ ഷൂട്ടിംഗ് സെറ്റിലെത്തി തന്റെ ജോലി തുടങ്ങുകയും ചെയ്തു. ജയിലിൽ നിന്നും നായകനായ സുകുമാരൻ മതിൽ ചാടി രക്ഷപ്പെടുന്ന സീൻ ഷൂട്ട് ചെയ്യുവാൻ പോവുകയാണ്. വലിയ പൊക്കമുള്ള മതിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി താഴെ നല്ല കട്ടിയുള്ള ഫോം ബെഡും വിരിച്ചിട്ടുണ്ട്. ആ കൂടെ താഴേക്ക് ചാടേണ്ടിയിരുന്ന സജിൻ വന്ന് വീഴുന്നിടത്ത് ബെഡ് കാണാത്തതിനാൽ ഒരല്പം ആശങ്കപ്പെട്ട നിർമ്മാതാവിനോട് ഇവർക്കൊന്നും ബെഡ് നൽകേണ്ട ആവശ്യമില്ല, ഇവരെ പോലുള്ളവരൊക്കെ സിനിമയിൽ വന്നും പോയും ഇരിക്കുന്നവരാണ്, ഇവർക്ക് ഇതൊക്കെ തന്നെ മതി എന്നായിരുന്നു സംവിധായകന്റെ മറുപടി. വേണ്ടത്ര സുരക്ഷയൊന്നുമില്ലെങ്കിലും താഴേക്ക് ചാടുവാൻ തന്നെയായിരുന്നു സജിന്റെ തീരുമാനം. കാരണം ഒരു നടനായി തീരണമെന്നത് അയാളുടെ ജീവിത അഭിലാഷമായിരുന്നു. അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ അയാൾ തയ്യാറായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു നടനാകണമെന്ന ആഗ്രഹത്തെ ഉൾക്കൊള്ളുവാൻ അയാളുടെ ശരീരത്തിന് വെമ്പലായിരുന്നുവെങ്കിലും നല്ല ഉയരമുള്ള മതിലിൽ നിന്നുമുള്ള ചാട്ടത്തെ ഉൾക്കൊള്ളുവാനുള്ള കരുത്ത് അയാളുടെ കാലുകൾക്ക് ഇല്ലെന്നത് അയാൾക്ക് ബോധ്യമാകുന്നത് നിലത്തു വീണ് കാലിന് ഒടിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമായിരുന്നു. ഒടിഞ്ഞ കാലുമായി ശേഷമുള്ള ഭാഗങ്ങൾ അഭിനയിച്ച ശേഷം സെറ്റിൽ നിന്നും പോകുമ്പോൾ അയാൾക്ക് ആ സംവിധായകനോട് ഒന്നേ പറയുവാനുണ്ടായിരുന്നുള്ളൂ, സാറിന്റെ അടുത്ത പടത്തിൽ എന്തെങ്കിലും ഒരു അവസരം നൽകണം, എന്നെ കൊണ്ടാകും വിധം ഞാനത് നന്നായി ചെയ്യും. പേരും പെരുമയും ഇല്ലാത്തത് കൊണ്ട് ഷൂട്ടിനിടെ വേണ്ടത്ര സുരക്ഷ നൽകാത്തതിനാൽ കാലിന് പരിക്കേൽക്കേണ്ടി വന്ന, ശബ്ദം പോരെന്നും പറഞ്ഞ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നും ഇറക്കി വിട്ട, തന്റെ പേര് വരെ മാറ്റേണ്ടി വന്ന, സിനിമയിൽ വന്നും പോയും ഇരിക്കുന്ന ഒരുപാട് പേരിൽ ഒരാൾ മാത്രമായ ആ മനുഷ്യൻ പിന്നീട് അതേ സംവിധായകന്റെ സിനിമകളിൽ നായകനായി അഭിനയിച്ചു. അദ്ദേഹത്തിന് നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകുന്ന കാഴ്ചയും. അയാൾ പിന്നീട് കേരള ബോക്സ് ഓഫീസിന്റെ കടിഞ്ഞാൺ ഒരറ്റത്ത് നിന്ന് ഏറ്റെടുക്കുന്ന കാഴ്ചയും ഒരു മുത്തശ്ശി കഥയേക്കാൾ വിചിത്രമെന്നേ വിശേഷിപ്പിക്കാനാവൂ. മമ്മൂക്ക. ജീവിതത്തിൽ കഠിനമായി പരിശ്രമിച്ചിട്ടും വിട്ടുവീഴ്ചകൾ ഏറെ ചെയ്തിട്ടും വേണ്ടത്ര പരിഗണനയും അവസരങ്ങളും ലഭിക്കുന്നില്ലല്ലോ എന്നൊരു നിരാശയിൽ എല്ലാം അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഇങ്ങേരെ കുറിച്ച് ആലോചിക്കണം. പരിശ്രമിച്ചാൽ ഒരു നാൾ ഫലമുണ്ടാകുമെന്നൊരു ഉറപ്പോടെ മുന്നോട്ട് പോകാം.